ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷെയർ മാർക്കറ്റിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒരു കമ്പനിയിൽ ഷെയർ വാങ്ങാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ഞാൻ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു. എന്താണ് ഷെയർ മാർക്കറ്റ്, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഷെയർ മാർക്കറ്റിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഉപകാരമെന്നും എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷെയർ മാർക്കറ്റിൽ നിന്ന് ഒരു കമ്പനീൻ്റെ ഷെയർ എങ്ങനെ വാങ്ങാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ മൊത്തം കാണാനായിട്ട് ശ്രമിക്കാം. ഞാൻ അതിനു വേണ്ടി ഏഞ്ചൽ വൺ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഇവിടെ ഫണ്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അതായത് ട്രേഡിംഗ് ബാലൻസിലേക്ക് നമ്മൾ ഫണ്ട് ആഡ് ചെയ്യേണ്ടി വരും. ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് എന്നിവയുള്ള ഓപ്ഷനുകൾ നമുക്ക് സെലക്ട് ചെയ്ത് ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റായിട്ട് ഞാനിവിടെ ഗൂഗിൾ പേ ആണ് യൂസ് ചെയ്യുന്നത്, കാരണം അതെൻ്റെ ഫോണിലുള്ളത് കൊണ്ട്. പേയ്മെൻറ്റ് ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അത് നമ്മുടെ ട്രേഡിംഗ് ബാലൻസിലായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഇനി ഏതെങ്കിലും ഒരു കമ്പനി ചൂസ് ചെയ്യുക. അതിനുശേഷം ആ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ കമ്പനീൻ്റെ ഷെയർ വാങ്ങാം. അപ്പോൾ ഈ മാർക്കറ്റിൽ കമ്പനികൾ ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതായത് ബാങ്കുമായി ബന്ധപ്പെട്ട കമ്പനിയും അതുപോലെ തന്നെ സാധാരണ കമ്പനികളെയും എല്ലാം ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതായത് എല്ലാ കമ്പനികളുടെ ഷെയർ ഓരോന്നും നോക്കാതെ ഒറ്റയടിക്ക് നമുക്ക് ഷെയർ മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നിപോലുള്ള ഓപ്ഷനുകൾ നമുക്ക് ഉള്ളത്. അതായത് നിഫ്റ്റി എന്ന് പറയുമ്പോൾ ടോപ്പായിട്ടുള്ള 50 കമ്പനികളുടെ, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് 12 ബാങ്കുകൾ, അതുപോലെ തന്നെ സെൻസെക്സ് എന്ന് പറയുമ്പോൾ 30 കമ്പനികളുടെ സ്റ്റോക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ വേണ്ടില്ല, ഇവിടെ നമുക്ക് കഴിഞ്ഞ മാസങ്ങളിലായിട്ട് ഏഞ്ചൽ വണ്ണിൽ ഏറ്റവും കൂടുതൽ വാങ്ങിപ്പോയ അതുപോലെ വിറ്റുപോയ ഷെയറുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഷെയറുകൾ ഓരോന്നും നോക്കാം. ഓക്കെ, യെസ് ബാങ്ക് എന്ന് പറയുന്നത് ഇസ്ലാമികപരമായ ഹറാമാണ്, അതുകൊണ്ട് നമ്മൾ ബാങ്കിങ്ങിൽ നമ്മൾ പെടുന്നില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റോക്ക് ഉണ്ട്. ഈ സ്റ്റോക്ക് വാങ്ങുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ചാർട്ട് നോക്കണം. ചാർട്ട് നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കമ്പനി എങ്ങനെ പ്രോഫിറ്റാണ് പോകുന്നത്, അത് ലോസിലേക്കാണ് പോകുന്നത്. ഷെയർ മാർക്കറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് ഷെയർ വാങ്ങാം. ഓക്കെ, അതിനുശേഷം നമുക്ക് കൂടിയ വിലയ്ക്ക് വിൽക്കുമ്പോഴാണ് നമുക്ക് ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. അതിനുവേണ്ടി എൻ്റെ ഐഡിയയിൽ എനിക്ക് തോന്നുന്നത് ഇത് പ്രോഫിറ്റിലേക്ക് പോകും എന്നതാണ്. കാരണം താഴേന്ന് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കത് ഐഡിയയിലും മാത്രമേ ഉള്ളൂ, അല്ലാതെ കൺഫേം ആയിട്ടില്ല. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഈ കമ്പനീനെ കുറച്ചൊന്ന് മനസ്സിലാക്കുക. അതായത് ഓവർവ്യൂ നോക്കുക, ടെക്നിക്കലും അതുപോലെ തന്നെ ഫണ്ടമെൻ്റലും എല്ലാം ചെക്ക് ചെയ്യാം. അതിനുശേഷം ഈ കമ്പനിയെ കുറച്ചൊന്ന് മനസ്സിലാക്കുക. അതിനുശേഷമാണ് നമ്മൾ വാങ്ങേണ്ടത്. ഇനി ടെക്നിക്കലിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ചിഹ്നമുണ്ട്. അതായത് ഈ ചിഹ്നം, അതായത് ഈ പോയിൻ്റ് ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നഷ്ടത്തിലേക്കാണെന്നും അതുപോലെ തന്നെ റൈറ്റിലേക്ക് പച്ചയിലേക്ക് പോവുകയാണെങ്കിൽ ലാഭത്തിലേക്കാണ് പോകുന്നത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യമെല്ലാം മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഷെയർ വാങ്ങുന്നതിന് വേണ്ടി ആ കമ്പനീൻ്റെ മുകളിലായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബൈ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആയിട്ട് 2 ഓപ്ഷൻ ഉണ്ട്, ഡെലിവറിയും അതുപോലെ തന്നെ ഇൻട്രാഡേ എന്ന് പറയുന്നത്. ഇൻട്രാഡേ നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുക, ഡെലിവറിയിൽ ചൂസ് ചെയ്യുക. അതിനുശേഷം നമ്പർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ 2 3 എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഷെയർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ ഷെയറെല്ലാം നമുക്ക് വാങ്ങാൻ പറ്റും. അതായത് മാക്സിമം 72 വരെ വാങ്ങാൻ പറ്റുന്നതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഷെയർ നിങ്ങൾ നമ്പർ കൂടുന്നതനുസരിച്ച് താഴെയായിട്ട് ആ വില കൂടിയും കുറഞ്ഞു വരും. അതായത് മാർജിനൽ റിക്വയർഡ് എന്ന് പറഞ്ഞ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് വില കൂടും അതുപോലെ തന്നെ കുറയും, അങ്ങനത്തെ കാണിക്കും നമുക്ക്. ഓക്കെ, അപ്പോൾ ഷെയർ വാങ്ങുന്നതിന് വേണ്ടി ഇങ്ങനെയാണ് നമ്മൾ ഷെയർ വാങ്ങുന്നത്. അതിനുശേഷം ബൈ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വേറൊരു ഓപ്ഷൻ ഉണ്ട്, മാർക്കറ്റും അതുപോലെ തന്നെ ലിമിറ്റഡ്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ അതേ വില, അതായത് ഇപ്പോൾ മാർക്കറ്റിൽ ഏതാണ് വിലയുള്ളത് ആ വിലയ്ക്കനുസരിച്ച് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് ആ ഓർഡർ പ്ലേസ് ആവും. അതായത് നമുക്ക് അത് വാങ്ങാൻ അപ്പം തന്നെ പറ്റും. ഓക്കെ, നേരെ മറിച്ച് നമ്മൾ ലിമിറ്റഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷെയറിന് നമ്മളൊരു പ്രൈസ് ഇങ്ങനെ എഴുതി കൊടുക്കും. ആ പ്രൈസിലേക്ക് ആ ഷെയർ താഴേക്ക് വരാണെങ്കിൽ മാത്രമേ വാങ്ങാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വാങ്ങാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ 41.35 പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ വിലയിൽ വാങ്ങി, ഇനി 41.40 കിടക്കുന്നത്. അപ്പോൾ എങ്ങനെയാവും, ഇത് 35 വന്നാലേ നമുക്ക് വാങ്ങാൻ പറ്റും എന്നതാവും. വാങ്ങുന്നതിന് വേണ്ടി ബൈ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ബൈ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് 41.40 പക്ഷേ ഇത് നമ്മുടെ പെൻഡിങ്ങിലാണ് കിടക്കുന്നത്. കാരണം എന്താ? കാരണം ഞാൻ അവിടെ ലിമിറ്റഡ് ആക്കിയിട്ട് 41.35 വാങ്ങിയത്. ഇനി ഈ ഷെയർ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയാൽ, അതായത് 41.35 ആയാലേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ. ഓക്കെ,
പക്ഷേ ഞാൻ എന്നിട്ട് അത് ചേഞ്ച് ആക്കി, അതിനുശേഷം ഞാൻ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത്, അതായത് മാർക്കറ്റിലാക്കിയിട്ട് വാങ്ങി. ഓക്കെ, അങ്ങനെ വാങ്ങുമ്പോഴാണ് നമുക്ക് ഡെലിവറി ആയി ലഭിക്കുന്നത്. ഇതിന് ശേഷം 5-6 മിനിറ്റിന് ശേഷമാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത്, അതായത് ഈ പാർട്ട് വീഡിയോ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം +4 +6ലാണ് പോകുന്നത്, അതായത് 6 രൂപയും അതുപോലെ തന്നെ 4 രൂപയും കൂടിയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇത്രയും കമ്മി കൊണ്ട് എന്തിനാണ് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അങ്ങനെയല്ല, നിങ്ങൾ പൈസ എത്ര ഇറക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ കുറഞ്ഞ പൈസയാണ് ഇറക്കിയിട്ടുള്ളത്, നേരെ മറിച്ച് കൂടിയതാണെങ്കിൽ കൂടുതൽ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷം, അതായത് ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം 18-20ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കണമെങ്കിൽ കോടികൾ ഇറക്കണം. ഓക്കെ.